കഥയുടെ പേരാണ് യേശു മഹോന്നതൻ. ഈ കഥ നടക്കുന്നത് ഉഗാണ്ടയിലോ ആഫ്രിക്കയിലോ അല്ല, ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ അല്ല. പിന്നെവിടാണ്? ചരിത്രം ഓർക്കുന്ന മണ്ണായ ഇസ്രായേലിൽ കാലം കഴിഞ്ഞെടുക്കുന്ന വാഗ്ദത്ത നാട്, അതായത് ഇന്നത്തെ യെരൂശലേം. ജെറുസലേമിൽ നോക്കി ഇങ്ങനെ പാടി: അവിടേക്ക് നോക്കൂ, അല്ലെങ്കിൽ എവിടോട്ടെങ്കിലും നോക്കൂ. ഇതാണ് നമ്മുടെ കഥാനായകൻ മറിയ. അവൾ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവൾ ചിന്തിക്കുന്നത്? അവളുടെ വിവാഹമാണ്. തച്ചനായ ജോസേഫാണ് വഴി. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. പെട്ടെന്ന് ശബ്ദം കേട്ട് മറിയ തിരിഞ്ഞു നോക്കി. ഇതാ സൂര്യനെ വില്ലുന്ന ശോഭയുടെ നമ്മുടെ ഗബ്രിയേൽ ദൂതൻ. ദൂതൻ അവളോട്: ഭയപ്പെടണ്ട, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മറിയ ദൈവത്തിനെ ഏൽപ്പിച്ചു. ഇതറിഞ്ഞ യോസേഫ് മറിയ ഉപേക്ഷിക്കാൻ തുടങ്ങി. എന്നാലോ അവിടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൂത് പറഞ്ഞു. അങ്ങനെ അവർ കഴുതപ്പുറത്ത് കയറി യാത്ര തുടങ്ങി. യാത്രാമധ്യേ പ്രസവവേദന അനുഭവപ്പെട്ടു. അവർ പലയിടങ്ങളിൽ അഭയം തേടി, പക്ഷെ ആരും അവരെ സഹായിച്ചില്ല. അങ്ങനെ ഒരു പശുക്കെടുത്തി ഒരു സുഖപ്രസവം നടന്നു. കുഞ്ഞിനെ കാണാനായി ആട്ടിടയന്മാരും വിദ്വാൻമാരും വന്നു. അവർ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ പാടി: കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ഇപ്പോൾ അവന് വയസ്സ് 33. അന്നമില്ലാത്തവർക്ക് അന്നമായും രോഗികൾക്ക് സൗഖ്യദായകനുമായും ഭൂതങ്ങളെ പുറത്താക്കി അവന്റെ ശ്രുതി നാടെങ്ങും പരന്നു. അങ്ങനെ അവൻ ജനപ്രിയനായി. കുരുടരിൻ കണ്ണുകൾ തുറക്കൂ, കാത് കേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കൂ, കാത് കേട്ടിടും ചെകിടർക്കുമേ. ഉണർന്നുള്ളവർ കുറിച്ചുയരൂ, ഭൂമിയിലെല്ലാം സ്തുതി മുഴക്കൂ. എന്നാൽ പരീശന്മാരും മഹാപുരോഹിതന്മാരും അവനെ പീലാത്തോസിനെ ഏൽപ്പിച്ചു. എന്നാലോ പീലാത്തോസ് അവനിൽ കുറ്റമൊന്നും കണ്ടില്ല. പീലാത്തോസ് എന്നവനും എന്നാൽ മൂന്നാം നാൾ മരണത്തെ പാതാളവും സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. ആ പോയതുപോലെ മടങ്ങി വരും. നിങ്ങളുടെ രണ്ടാം വരവിന് ഒരുങ്ങിയിട്ടുണ്ടോ? നിത്യത എന്ന പ്രത്യാശ അവകാശമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു. കൊയ്ത്തിൽ